എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥി, അതായത് ദളിത് നേതാവാണ് തോന്നുന്നു എനിക്ക്. അവരൊന്നും വലിയ പബ്ലിസിറ്റി ഒന്നുമില്ല. കാരണം പറഞ്ഞാൽ അവരുടെ ആൾക്കാരെ തല്ലിക്കൊല്ലുമ്പോഴും കെട്ടഴിച്ചിട്ട് കുത്തിക്കൊല്ലുമ്പോഴൊന്നും അവരൊന്നും എവിടെയും ശബ്ദിക്കാറില്ല. അവർക്ക് 10 രൂപ കിട്ടുന്ന സമയത്ത് മാത്രം അവർ ശബ്ദിക്കാറുള്ളൂ, പല പണിയും ചെയ്യാറുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ആദിവാസികളുടെ അടുത്ത്, SC ഷെഡ്യൂൾഡ് ട്രൈബിൻ്റെ അടുത്ത് ഞാൻ പറയണം, CK ജാനുവിൻ്റെ മൂട് താങ്ങിയിട്ട് നിന്ന നിങ്ങളുടെ ഇതിപ്പോൾ മധുവിനെ പോലെയും ഈ ഇടയ്ക്ക് അകളയിൽ കാറിൽ പോസ്റ്റിൽ കെട്ടിയിട്ടിട്ട് തല്ലിയിട്ടില്ല, അതേപോലത്തുള്ള സംഭവങ്ങളെല്ലാം നടക്കും. നിങ്ങൾ ആരെയും പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നിങ്ങളുടെ ഫണ്ടുകൾ അത് ചോദിച്ച് വാങ്ങിക്കാൻ പഠിക്കുക. കാരണം ഇന്നും SC ST കോർപ്പറേഷനുകളും ബ്ലോക്കുകളിലാണെങ്കിലും നിങ്ങളുടെ ഫണ്ടുകളിൽ, ഈ SC ST കാറ്റഗറിയുടെ ഫണ്ടുകളിൽ ഒരുപാട് അഴിമതികൾ നടക്കുന്നുണ്ട്. ഇതിനെല്ലാം നിങ്ങൾ എതിരെ ശബ്ദിച്ചാലേ നിങ്ങൾക്ക് കിട്ടുള്ളൂ. സംസ്ഥാനം ഉണ്ടായതിന് ശേഷം SC STകൾക്ക് കൊടുക്കുന്ന ഫണ്ടുകൾ അവരുടെ കയ്യിൽ യഥാസമയം എത്തിച്ചേരുകയാണെങ്കിൽ ഇന്ന് അവർ കോടീശ്വരന്മാരാണ്. ഇതെല്ലാം നിങ്ങൾക്ക് 5 വർഷം കൂടുമ്പോൾ ഒരു പ്രഹസനം മാത്രമാണ്. മനസ്സിലായില്ലേ? ഇതിനെതിരെ നിങ്ങൾ ചോദിച്ച് വാങ്ങിക്കുക. ബ്ലോക്കിലാണെങ്കിലും ശരി, ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും എവിടെയാണെങ്കിലും.